നമസ്കാരം. എല്ലാവർക്കും ബ്രെയിനി ബയോളജിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കേരള PSCയുടെ HSC നാച്ചുറൽ സയൻസിന്റെ ക്ലാസ്സുകളാണ് തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫൈലം മൊളസ്കയുടെ പാർട്ട് 1, അതായത് ഫൈലം മൊളസ്കയുടെ ജനറൽ ക്യാരക്ടേഴ്സും ക്ലാസിഫിക്കേഷനും കണ്ടു. ഇന്ന് നമ്മൾ ഫൈലം മൊളസ്കയുടെ സെക്കൻഡ് പാർട്ടാണ്, അതായത് എക്കണോമിക് ഇമ്പോർട്ടൻസ്, അതിലെ പേൾ കൾച്ചറിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പേൾ കൾച്ചറിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. പേൾ കൾച്ചർ അഥവാ മുത്ത് കൃഷി, മുത്തുച്ചിപ്പി കൃഷി എന്നൊക്കെ അറിയപ്പെടുന്ന പേൾ കൾച്ചറിനെ കുറിച്ച് നമുക്കിന്ന് വിശദമായി പഠിക്കാം. മുത്ത് വളരെ തിളക്കമുള്ളതും വിലപിടിപ്പുള്ളതുമായ ഒരു വസ്തുവാണ് മുത്ത് എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ചില മൊളസ്കുകളുടെ ശരീരത്തിൽ നിന്നുമാണ് പ്രകൃതിദത്തമായി മുത്ത് ലഭിക്കുന്നത്. അതേസമയം മുത്ത് കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രകൃതിദത്തമായ മുത്ത് ലഭിക്കുന്നതിനായിട്ട് ബൈവാൽവ് മൊളസ്കുകളെ നിയന്ത്രിത സാഹചര്യത്തിൽ വളർത്തുന്നതാണ് മുത്തുച്ചിപ്പി കൃഷി. സാധാരണഗതിയിൽ പ്രകൃതിദത്തമായ മുത്ത് ലഭിക്കുന്നത് മൊളസ്കുകളുടെ ശരീരത്തിൽ ഏതെങ്കിലും അന്യവസ്തു പ്രവേശിക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതികരണമായിട്ട് അതിന്റെ മാൻഡിലിൽ നിന്ന് പുറപ്പെടുന്ന ചില സ്രവങ്ങൾ മുത്തായി രൂപപ്പെടുകയാണ് ചെയ്യുക. ഈ പ്രക്രിയ പ്രകൃതിയിൽ വളരെ റയറായിട്ട്, അത്യപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിന് കാലങ്ങൾ എടുക്കുകയും ചെയ്യും. അതേസമയം ഈ വിലപിടിപ്പുള്ള മുത്ത് ലഭിക്കുന്നതിന് വേണ്ടി അതായത് മനുഷ്യര് ആർട്ടിഫിഷ്യലായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഈ പ്രക്രിയയെ നമ്മൾ ഇൻഡ്യൂസ്ഡ് ആയിട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ ചിപ്പികളെ വളർത്തിയിട്ട് ആ ചിപ്പികൾക്കുള്ളില് നമ്മൾ തന്നെ അന്യവസ്തുവിനെ നിക്ഷേപിച്ചിട്ട് ഇതിനെ മുത്ത് ഉൽപ്പാദിപ്പിക്കാൻ നിർബന്ധിതരാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുത്ത് ഉൽപാദനത്തിന് വേണ്ടി ബൈവാൽവ് മൊളസ്കുകളെ നിയന്ത്രിത സാഹചര്യത്തിൽ വളർത്തുകയും അതിനുള്ളിൽ ന്യൂക്ലിയസ് നിക്ഷേപിച്ച് മുത്തുൽപാദനം നടത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? മുത്ത് കൃഷി അഥവാ മുത്തുച്ചിപ്പി കൃഷി. സാധാരണ ശുദ്ധജല മൊളസ്കുകളും സമുദ്രജല മൊളസ്കുകളും എന്നുള്ള രീതിയിൽ രണ്ടു തരം ബൈവാൽവ് മൊളസ്കുകളിൽ നിന്നാണ് മുത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ചിപ്പിയുടെ ഷെല്ലിനുള്ളിൽ പ്രവേശിക്കുന്ന ചില അന്യവസ്തുക്കളോടുള്ള പ്രതിരോധ പ്രതികരണമായാണ് മുത്തുകൾ രൂപപ്പെടുന്നത്. അതായത് ഈ മുത്തുച്ചിപ്പിയുടെ ഉള്ളില്, ഇതിന്റെ മാൻഡിലിനുള്ളില് ചില അന്യവസ്തുക്കൾ പ്രവേശിക്കുന്നത്, അതായത് ഒരു പാരസൈറ്റ് ആകാം, ഒരു ആൽഗ ആകാം, മണൽത്തരി ആകാം. ഈവൻ മാൻഡിലിനുള്ളിൽ ഒരു മുറിവുണ്ടായാൽ പോലും അതിനെതിരെ ഒരു പ്രതിരോധ പ്രതികരണമായിട്ടാണ് മുത്തുകൾ രൂപപ്പെടുന്നത്. മുത്തുച്ചിപ്പി കൃഷിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ജപ്പാനിലാണ് പേൾ കൾച്ചർ വിദ്യ ആദ്യമായി തുടങ്ങിയത്. പേൾ കൾച്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജപ്പാൻകാരനായ കൊക്കിച്ചി മിക്കിമോട്ടോയാണ്. മിക്കിമോട്ടോ ജപ്പാനിലെ ഒരു ദ്വീപായ ടോബയിൽ ഒരു പേൾസ് ഫാം സ്ഥാപിച്ചു. 1893 മുതൽ മുത്ത് ഉൽപ്പാദിപ്പിക്കുകയും 1896 അതിന്റെ പേറ്റന്റ് എടുക്കുകയും ചെയ്തു. ഏറ്റവും മൂല്യമുള്ള മുത്ത് ലിങ്ക പേൾ ആണ്. ഇന്ത്യയില് 1973 നമ്മുടെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി, തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയില് പേൾ കൾച്ചറിൽ ഒരു സാങ്കേതിക വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. സീമഫാറയുടെ കീഴില് മുത്തുച്ചിപ്പി കൃഷി തുടങ്ങി നല്ല രീതിയിൽ അത് നടന്നു പോകുന്നു. ഇപ്പൊ ഇന്ത്യയിലെ മുത്തുൽപാദനം 2 പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉള്ളത്. അത് തൂത്തുക്കുടി കോസ്റ്റിലെ ഗൾഫ് ഓഫ് മന്നാറും ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ചും. ഈ 2 തീരമേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യയിലെ മുത്തുൽപാദനം നടക്കുന്നത്. മുത്തുകൾ 3 തരം, വിവിധ തരം മുത്തുകളെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. മുത്തുകൾ 3 തരമാണ്. പ്രകൃതിദത്ത മുത്തുകൾ, മുത്ത് കൃഷിയിലൂടെ ലഭ്യമാകുന്നവ, കൃത്രിമ മുത്തുകൾ. അതായത് പ്രകൃതിദത്ത മുത്തുകൾ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പേൾസ്, നാച്ചുറലായിട്ട് അത്യപൂർവമായിട്ട് മുത്തുച്ചിപ്പിയുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും വസ്തു കയറുന്നതിനും ഫലമായിട്ട് ആ ടിഷ്യൂവിൽ ഉണ്ടാകുന്ന മുറിവോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവോ ഒക്കെ മുത്തായിട്ട് രൂപം പ്രാപിച്ചുണ്ടാകുന്നതാണ് നാച്ചുറൽ പേൾസ്. ഇത് വളരെ അത്യപൂർവമായിട്ട് ലഭിക്കുന്നവയുമാണ്, അതുകൊണ്ട് തന്നെ വില കൂടുതലുമാണ്. ഇനി മുത്ത് കൃഷിയിലൂടെ ലഭ്യമാകുന്നവ, അതായത് കൾച്ചേർഡ് പേൾസ്, മനുഷ്യന്റെ ഇടപെടലുകളാൽ ചിപ്പിക്കുള്ളിൽ മനഃപൂർവ്വ അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് നിർമ്മിച്ചെടുക്കുന്നവയാണ് കൾച്ചേർഡ് പേൾസ്. അപ്പൊ ഈ ചിപ്പിക്കുള്ളിൽ അന്യവസ്തു കടത്തിവിടുന്നത് നമ്മളാണ്, മനുഷ്യരാണ്. അങ്ങനെ അതിനുള്ളിൽ മനഃപൂർവ്വ അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് മുത്തുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് മുത്തുച്ചിപ്പി കൃഷി എന്ന് പറയുന്നത്. ഇനി കൃത്രിമ മുത്തുകളാണ് 3ാമത്തെ തരം മുത്തുകൾ. അതായത് പ്ലാസ്റ്റിക്, ഗ്ലാസ്, മീൻചിതമ്പലുകൾ മുതലായവയിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന മുത്തുകളാണ് ആർട്ടിഫിഷ്യൽ പേൾസ്. അതിന് വില വളരെ കുറവാണ്. ഇനി നമുക്ക് ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കാം. നാച്ചുറൽ പേൾസ് കണ്ടോ, അതിന്റെ ഷേപ്പ് ഒക്കെ ഇങ്ങനെ കറക്റ്റ് എക്സാക്ട് റൗണ്ട് ഒന്നും ആയിട്ട് വരത്തില്ല കേട്ടോ.
കൾച്ചേർഡ് പേഴ്സിന്, നാച്ചുറൽ പേഴ്സിന് കുറച്ചുകൂടി ഒരു തിളക്കമുണ്ടാവും. കൾച്ചേർഡ് പേഴ്സ് കുറച്ചുകൂടി ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നാച്ചുറൽ പേഴ്സ് ആണെങ്കിലും കൾച്ചേർഡ് പേഴ്സ് ആണെങ്കിലും അതിന് ആർട്ടിഫിഷ്യൽ പേളുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ നോക്കുക, നാച്ചുറൽ പേളും കൾച്ചേർഡ് പേളും നമ്മൾ റിയൽ പേൾ എന്ന് പറയാം. പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ പേളാണ് ഇമിറ്റേഷൻ പേൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ, റിയൽ പേൾ ആണെങ്കിൽ കുറച്ചുകൂടി ഹെവി ആയിരിക്കും, ഗ്രിറ്റി ടെക്സ്ചർ, ഒരു മണൽത്തരി പോലത്തെ ഒരു ടെക്സ്ചർ, ഒരു ചെറിയ പരിപരിപ്പ് ഉള്ള ഒരു ടെക്സ്ചർ ഉണ്ടാവും. അൺഈവൻ കളറാകും, കളറ് ഒരു യൂണിഫോം കളർ ആയിരിക്കില്ല, കളറ് ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ റെയർലി പെർഫെക്റ്റ്ലി റൗണ്ട് ആണ്, അതായത് വളരെ അപൂർവമായിട്ട് മാത്രമേ കൃത്യമായ റൗണ്ട് ആയിട്ടുള്ള മുത്തുകൾ ലഭിക്കുകയുള്ളൂ. ദെൻ ഫീൽസ് കോൾഡർ, നമ്മളത് ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി തണുപ്പ് നമുക്ക് അനുഭവപ്പെടും. അതുപോലെ സ്മോൾ ആൻഡ് നീറ്റ് ഡ്രിൽ ഹോൾസ്, അതിന്റെ ഹോൾസ് ഡ്രില്ല് ചെയ്തിരിക്കുന്നത് വളരെ ചെറുതും അതുപോലെ നീറ്റായിട്ട് ഡ്രില്ല് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതേസമയം ഇമിറ്റേഷൻ പേളിൽ നോക്കിക്കേ, ലൈറ്റർ വെയിറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കും, ഈവൻ കളർ ആയിരിക്കും, കളറും എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. യൂഷ്വലി പെർഫെക്റ്റ്ലി റൗണ്ട് ആയിരിക്കും, കൃത്യം റൗണ്ട് ആയിട്ടായിരിക്കും ആർട്ടിഫിഷ്യൽ പേൾസ് ഉണ്ടാവുക. ഫീൽസ് വാമർ, തൊട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി വാമർ ആയിട്ട് നമുക്ക് അനുഭവപ്പെടും. ലാർജ് ആൻഡ് അൺഈവൻ ഡ്രിൽ ഹോൾസ് ആയിരിക്കും, അതിനകത്ത് ഉണ്ടാകുന്ന ഹോൾസ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഹോൾസ് ഡ്രിൽ ചെയ്യുമ്പോൾ അത് വലുതായിരിക്കും, അതുപോലെ തന്നെ അൺഈവൻ ആയിരിക്കും. ഇനി കൾച്ചേർഡ് പേളും നാച്ചുറൽ പേളും തമ്മിൽ ഇന്റേണൽ സ്ട്രക്ചറിലെ വ്യത്യാസം നോക്കിക്കേ. ഇതിനുള്ളില് പ്രവേശിക്കുന്ന അന്യവസ്തുവിന് ചുറ്റും ഈ ഒരു ലെയർ ഫോം ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഒരു ആവരണം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ, അതിനെ നാക്രൽ ലെയർ എന്നാണ് പറയുക. ഈ നാക്രൽ ലെയർ ധാരാളമായിട്ട് കാണും, 1 by 1 ആയിട്ട് ഇതിന് പുറത്ത് ഇങ്ങനെ ഈ ലെയർ രൂപം പ്രാപിച്ചുകൊണ്ടേയിരിക്കും മുത്തിന്, നാച്ചുറൽ പേളില്. അതേസമയം ആർട്ടിഫിഷ്യൽ പേളില് ഈ നമ്മള് ഇൻഡ്യൂസ് ചെയ്യുന്ന വസ്തുവിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മള് ചിപ്പിക്കുള്ളിൽ കടത്തിവിടുന്ന വസ്തുവാണ് ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, അതായിരിക്കും വലിപ്പമുള്ളത്. എന്നിട്ട് അതിന്റെ ചുറ്റിനും തിൻ ലെയർ ആയിട്ടുള്ള നാക്രേ ലെയർ ആയിരിക്കും, 1-2 ലെയറുകൾ ഫോം ചെയ്യും, പക്ഷെ ആ ലെയർ കമ്പാരറ്റീവ്ലി തിൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നാച്ചുറൽ പേളും കൾച്ചേർഡ് പേളും ആർട്ടിഫിഷ്യൽ പേളും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി മുത്തുൽപാദിക്കുന്ന മൊളസ്കുകൾ ഏതൊക്കെ, മുത്തുൽപാദിപ്പിക്കുന്ന മൊളസ്കുകൾ ഏതൊക്കെ സ്പീഷീസുകളാണ് എന്ന് നമുക്ക് നോക്കാം. എല്ലാ ബൈവാൽവ് ഓയിസ്റ്ററുകൾക്കും മുത്തുൽപാദിപ്പിക്കാൻ കഴിയും, പക്ഷെ ഇവയെല്ലാം മൂല്യമുള്ളവയല്ല. മൂല്യമുള്ള സാമ്പത്തിക പ്രാധാന്യമുള്ള മുത്തുൽപാദനത്തിന് ഉപയോഗിക്കുന്ന സ്പീഷീസുകൾ താഴെ പറയുന്നു. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിൻറ്റാഡ എന്ന ജീനസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് മുത്തുൽപാദനത്തിന് യൂസ് ചെയ്യുന്നത്. പിൻറ്റാഡ മെർഗാരിറ്റിഫെറ, അതിനെ ബ്ലാക്ക് ലിപ്പ് പേൾ ഓയിസ്റ്റർ എന്ന് പറയും. ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ ബെസ്റ്റ് പേൾ. ഏറ്റവും നല്ല പേളായിട്ട് കൺസിഡർ ചെയ്യുന്നത് ബ്ലാക്ക് ലിപ്പ് പേൾ ആണ്. അത് പിൻറ്റാഡ മെർഗാരിറ്റിഫെറ എന്ന് പറയുന്ന പേളിൽ നിന്നാണ്, ഓയിസ്റ്ററിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ാണ് പിൻറ്റാഡ ഫ്യൂക്കേറ്റ, കോയ പേൾ ഓയിസ്റ്റർ എന്നറിയപ്പെടുന്നത്. കോയ പേള് നമ്മുടെ മിക്കി മോട്ടോയുടെ കമ്പനി പേറ്റന്റ് എടുത്തിരിക്കുന്ന ഒരു പേളാണ് അക്കോയ പേൾ. പക്ഷെ ഇന്ത്യയിലും ചൈനയിലും ഒക്കെ, ജപ്പാൻ കൂടാതെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അക്കോയ പേൾ. അപ്പൊ പിൻറ്റാഡ ഫ്യൂക്കേറ്റ എന്ന സ്പീഷീസിൽ നിന്നാണ് അക്കോയ പേൾ ഉണ്ടാക്കുന്നത്. ഇതില് പിൻറ്റാഡ ഫ്യൂക്കേറ്റ വൾഗാരിസ് എന്ന് പറയുന്ന സബ് സ്പീഷീസിലാണ്, അതിനാണ് ഇന്ത്യൻ പേൾ ഓയിസ്റ്റർ എന്നറിയപ്പെടുന്നത്. പിൻറ്റാഡ ഫ്യൂക്കേറ്റ മാർട്ടിൻസൈ എന്നറിയപ്പെടുന്നത് ജപ്പാനിൽ യൂസ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ്. അടുത്തതാണ് പിൻറ്റാഡ എട്രോപെപ്യൂരിയ, ഫ്രജൈൽ പേൾ ഓയിസ്റ്റർ എന്നാണ് അത് അറിയപ്പെടുക. അടുത്തൊരു ജീനസ് ആണ് പ്ലാക്കുന മാക്സിമ, അത് ഗോൾഡ് ലിപ്പ് ഓർ സിൽവർ ലിപ്പ് പേൾ ഓയിസ്റ്റർ എന്നാണ് അറിയപ്പെടുക. അടുത്തത് ട്രൈഡാഗ്ന ജിഗാസ്, അത് ജയന്റ് ക്ലാം എന്നറിയപ്പെടുന്ന നാച്ചുറൽ പേൾ ആണ്. ലാർജ് സൈസ് പേള് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജയന്റ് ക്ലാമിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അടുത്തത് ഫ്രഷ് വാട്ടർ പേൾ ആണ്. ലാമെലിഡൻസ് എന്ന സ്പീഷീസ് ആണ് ഫ്രഷ് വാട്ടർ പേൾ ഓയിസ്റ്റർ ആയിട്ട് കാണുന്നത്. ലാമെലിഡൻസ് മാർജിനാലിസ് എന്ന് പറയുന്ന ഫ്രഷ് വാട്ടർ ഓയിസ്റ്ററിൽ നിന്നാണ് ഫ്രഷ് വാട്ടർ പേള് ഇന്ത്യയിലും സൗത്ത് ഏഷ്യയിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു ഫ്രഷ് വാട്ടർ മസലാണ് ലാമെലിഡൻസ് കൊറിയാനസ്. ഇത്രയാണ് മുത്തുൽപാദിപ്പിക്കുന്ന മൊളസ്കുകളെ കുറിച്ചുള്ള വിവരണം. അപ്പൊ ഇവിടെ നോക്കുക,
വിവിധതരം പേൾ ഓയിസ്റ്ററുകൾ നിർമ്മിക്കുന്ന മുത്തുകൾ അതിന്റെ ലസ്റ്ററും അതുപോലെ തന്നെ ഷേപ്പും കളറും ഒക്കെ വ്യത്യാസമുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. പിങ്ടാഡ ഫ്യൂക്കേറ്റ മാർട്ടിൻസിയിൽ നിന്നാണ് അക്കോയ പേൾ ഉണ്ടാക്കുന്നത്. അത് അക്കോയ പേളിന്റെ ഒരു പ്രത്യേകത സ്മോൾ സൈസ് പേൾസ് ആയിരിക്കും. കമ്പാരിറ്റീവ്ലി റൗണ്ട് ഷേപ്പ് ആയിരിക്കും. റൗണ്ട് ഷേപ്പ് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് വരുന്നത് അക്കോയ പേൾസ് എന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം നല്ല വാല്യൂ ഉള്ളതാണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പേളുമാണ്. അടുത്താണ് പിങ്ടാഡ മാക്സിമ. സൗത്ത് സീ പേൾ എന്നാണ് അറിയപ്പെടുക പിങ്ടാഡ മാക്സിമ. ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് മുതലായ സ്ഥലങ്ങളിലാണ് ഇത് ധാരാളമായി കാണപ്പെടുന്നത്. അക്കോയ പേൾ ചൈന, ജപ്പാൻ അതുപോലെ തന്നെ അതർ സൗത്ത് ഏഷ്യൻ കൺട്രീസിലാണ് അക്കോയ പേൾ കാണുന്നത്. എന്നാൽ സൗത്ത് സീ പേൾ എന്ന് അറിയപ്പെടുന്നത് ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് മുതലായ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പിങ്ടാഡ മാക്സിമയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്തതാണ് ടഹീഷ്യൻ പേൾ എന്നറിയപ്പെടുന്ന പിങ്ടാഡ മർഗാരറ്റിഫറ. ബ്ലാക്ക് പേൾ എന്നറിയപ്പെടുന്ന ബെസ്റ്റ് പേൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ബ്ലാക്ക് പേൾ, ബ്ലാക്ക് ലിപ് ഓയിസ്റ്ററിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത് പിങ്ടാഡ മർഗാരറ്റിഫറയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഫ്രഞ്ച് പോളിനേഷ്യയില് ഫിജി ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡിലാണ് ഇതിന്റെ ഉൽപാദനം കൂടുതലായിട്ട് കാണപ്പെടുക. ലാമെലിഡൻസ് മാർജിനാലിസ് എന്നറിയപ്പെടുന്ന ഫ്രഷ് വാട്ടർ പേൾ ചൈനീസ് പേൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്തത് മെലോ. റദർ ദാൻ എ മസൽ, അതായത് ഇതൊരു ബൈവാൽവോ മസലോ ഒന്നുമല്ല, ഇതൊരു സ്നെയിലാണ്. ഈ സ്നെയിലിൽ നിന്നാണ്, ഇതൊരു മറൈൻ സീ സ്നെയിലാണ്. ഈ സ്നെയിലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പേളാണ് മെലോ എന്ന് പറയുന്നത്. മെലോ എന്ന് പറയുന്ന സ്പീഷീസിൽ നിന്നാണ് മെലോ പേൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇനി മുത്ത് എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത്? മുത്തുച്ചിപ്പിയുടെ ശരീരത്തിനുള്ളിൽ അന്യവസ്തു പ്രവേശിക്കുന്നതാണ് ഒന്നാമത്തെ ഘട്ടം. മുത്ത് രൂപീകരണത്തിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു പാരസൈറ്റോ, സോയിലോ, മറൈൻ ആൽഗയോ, പീസ് ഓഫ് ഗ്രാസോ, മൈക്രോ ഇൻസെക്റ്റോ മുതലായ അന്യവസ്തുക്കള് മുത്തുച്ചിപ്പിയുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നു. ഇതിനെതിരെ പ്രതിരോധ പ്രതികരണമായി മാൻഡിലിൽ നിന്നും, അതായത് ചിപ്പിയുടെ മാൻഡിലിൽ നിന്നും ചില സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മാൻഡിലിൽ ഇവ പറ്റിപ്പിടിക്കുന്നു. എന്നിട്ട് ഈ അന്യവസ്തുവിന് ചുറ്റിനുമായിട്ട് ഈ സ്രവങ്ങള് വന്ന് പൊതിഞ്ഞ് മാൻഡിലിൽ പറ്റിപ്പിടിക്കും. മാൻഡിൽ എപ്പിത്തീലിയം കാൽഷ്യം കാർബണേറ്റ് സ്രവിക്കുകയും അത് പല പാളികളായി ഈ വസ്തുവിന് ചുറ്റും രൂപപ്പെടുകയും ചെയ്യും. ഇവ ഉണങ്ങിക്കഴിയുമ്പോഴാണ് മുത്തായിട്ട് മാറുന്നത്. ഇതാണ് മുത്ത് രൂപീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ. ഈ ഒരു ഡയഗ്രാം നോക്കിക്കേ, ഇത് കണ്ടോ? ഇത് മുത്തുച്ചിപ്പിയുടെ മാൻഡിൽ എന്ന് പറയുന്ന ലെയർ ആണ്. ഇത് ഇതിന്റെ ഷെല്ലാണ്. ഈ വയലറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നത് ഷെല്ലാണ്. അപ്പൊ ഷെല്ലിനും മാൻഡിലിനും ഇടയ്ക്കായിട്ടാണ് നാക്രേ ലെയർ എന്ന് പറയുന്ന മദർ ഓഫ് പേൾ എന്നറിയപ്പെടുന്ന ലെയർ കാണപ്പെടുന്നത്. അപ്പൊ ഈ നാക്രേ ലെയർ ആണ് ഈ മുത്തിന് ചുറ്റിനും ഈ തിളങ്ങുന്ന ഒരു ലെയർ ഫോം ചെയ്യുന്നത്. മുത്തിന് ചുറ്റും ഈ അന്യവസ്തുവിന് ചുറ്റിനും, ഫോറിൻ ബോഡി ഇതാണ്. മാൻഡിലിനും അതുപോലെ തന്നെ ഷെല്ലിനും ഇടയ്ക്കുള്ള ഭാഗത്ത് എത്തിപ്പെടുന്ന അന്യവസ്തുവിന് ചുറ്റിനും ഈ മദർ ഓഫ് പേൾ അഥവാ നാക്രേ ലെയർ എന്നറിയപ്പെടുന്ന ലെയറിൽ നിന്ന് ചില സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ഇതിന് ചുറ്റിനും, അതായത് ഈ ഫോറിൻ ബോഡിക്ക് ചുറ്റിനും പല പല പാളികളായിട്ട് ഫോം ചെയ്യും. കാൽഷ്യം കാർബണേറ്റും കോൺജോലിൻ എന്ന് പറയുന്ന പ്രോട്ടീനും ഒക്കെ ചേർന്നിട്ടാണ് ഈ ഒരു ലെയർ ഫോം ചെയ്യുന്നത്. കോൺജിയോലിൻ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ മാൻഡിലിനുള്ളിൽ ഈ മുത്ത് ഫോം ചെയ്യും. കണ്ടോ? ഇതാണ് മുത്ത് രൂപീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ. ഇതവിടെ നമുക്ക് ഷെല്ലിന്റെ എക്സ്റ്റീരിയർ ആണ്. ഇത് ഷെല്ലിന്റെ ഇന്റീരിയറിൽ കണ്ടോ ഇങ്ങനെ തിളങ്ങുന്ന ഒരു ലെയർ ഉണ്ട്. ഇതിനെയാണ് നാക്രിയസ് ലെയർ എന്നറിയപ്പെടുന്നത്. ഈ നാക്രിയസ് ലെയർ അല്ലെങ്കിൽ നാക്രേ എന്ന് പറയുന്ന ലെയർ ആണ് എന്ത് മുത്ത് രൂപീകരണത്തിന് പ്രധാനമായും കാരണമാകുന്നത്. ഇനി നമുക്ക് മുത്തിന്റെ ഘടന നോക്കുകയാണെങ്കിൽ മദർ ഓഫ് പേൾ എന്നറിയപ്പെടുന്ന വസ്തു ഇതിനുള്ളിലുണ്ട്. അതുപോലെ തന്നെ കാൽഷ്യം കാർബണേറ്റ്, ജലം, ജൈവ വസ്തുക്കൾ, അവശിഷ്ട പദാർത്ഥങ്ങൾ മുതലായവ ചേർന്നാണ് മുത്തുണ്ടാകുന്നത്. ഇതിലെ കാൽഷ്യം കാർബണേറ്റ് ആണ് ഏറ്റവും കൂടുതൽ. 85 മുതൽ 90% വരെയും കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓർഗാനിക് മാറ്റേഴ്സ്, കോൺജിയോലിൻ പ്രോട്ടീൻ 5 മുതൽ 7% വരെ കാണുന്നു. ജലം 2 മുതൽ 4% വരെ. റെസിഡ്യൂ, അവശിഷ്ട വസ്തുക്കള് 0.1 to 0.8, 0.1 to 0.8, അതായത്
0.1 മുതൽ 0.8 വരെ ശതമാനമാണ് റെസിഡ്യൂ മാറ്റേഴ്സ് ഈ മുത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് പേൾ കൾച്ചർ ടെക്നിക്കിനെ കുറിച്ച് പഠിക്കാം. അതായത് പേൾ കൾച്ചർ സാങ്കേതിക വിദ്യയുടെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പേൾ കൾച്ചർ സാങ്കേതിക വിദ്യയിൽ ഒരുപാട് സ്റ്റേജസ് ഉൾപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായും വരുന്ന പ്രോസസ്സുകളാണ് മുത്തുച്ചിപ്പി ശേഖരണം, മുത്തുച്ചിപ്പി വളർത്തല്, ആരോഗ്യമുള്ള ചിപ്പികളെ തിരഞ്ഞെടുക്കല്, ഗ്രാഫ്റ്റ് ടിഷ്യൂ തയ്യാറാക്കല്, ന്യൂക്ലിയസിന്റെ നിക്ഷേപണം, ഓയിസ്റ്ററുകളുടെ പരിചരണം, മുത്ത് വിളവെടുക്കൽ മുതലായവ. പക്ഷെ ഈ പ്രക്രിയകളെയെല്ലാം നമുക്ക് പ്രധാനമായും 4 ഘട്ടങ്ങളായിട്ട് തരംതിരിക്കാം. അതിൽ ആദ്യത്തെ ഘട്ടം ഓയിസ്റ്ററുകളുടെ ശേഖരണം, കളക്ഷൻ ഓഫ് ഓയിസ്റ്റേഴ്സ്. രണ്ടാമത്തേത് ന്യൂക്ലിയസിന്റെ നിക്ഷേപണം, ഇൻസേർഷൻ ഓഫ് ന്യൂക്ലിയസ്. മൂന്നാമത്തേത് നിക്ഷേപണാനന്തര പരിചരണം, പോസ്റ്റ് ഓപ്പറേഷണൽ കെയർ ഓഫ് ഓയിസ്റ്റേഴ്സ്. അതായത് ഈ ന്യൂക്ലിയസ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അവയ്ക്ക് കൊടുക്കുന്ന പരിചരണം. നാലാമത്തെ ഘട്ടമാണ് മുത്തുകളുടെ വിളവെടുപ്പ്. പേൾ പ്രൊഡക്ഷൻ 4 പ്രധാന ഘട്ടങ്ങളാണ്. ഓയിസ്റ്ററിനെ സെലക്ട് ചെയ്യുക, അതായത് ഓയിസ്റ്ററിനെ കളക്ട് ചെയ്തിട്ട് റെയർ ചെയ്ത് അതിൽ ആരോഗ്യമുള്ളതിനെ സെലക്ട് ചെയ്യുക, ദെൻ ന്യൂക്ലിയസ് ഇംപ്ലാന്റിങ്, ദെൻ നർച്ചറിങ്, ഇത് കഴിഞ്ഞിട്ട് ഹാർവെസ്റ്റിംഗ്. ഇങ്ങനെ 4 സ്റ്റേജസ് ആണ് പേൾ പ്രൊഡക്ഷനിലുള്ളത്. പേൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പ്രോസസ് ചെയ്യുന്ന സ്റ്റേജസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്ക്രീനിങ്, അതായത് പേളിന്റെ സൈസ്, ഷേപ്പ്, അതിന്റെ നിറം, അതുപോലെ തന്നെ അതിന്റെ തിളക്കം മുതലായവ പരിഗണിച്ചുകൊണ്ട് അതിനെ സ്ക്രീൻ ചെയ്യും. എന്നിട്ട് ഡീഗ്രീസ് ചെയ്യും, പിന്നീട് ബ്ലീച്ച് ചെയ്യും, കളർ ചെയ്യും. ഇത്രയാണ് പേൾ പ്രോസസ്സിംഗിൽ വരിക. ഇത് പേൾ പ്രൊഡക്ഷൻ പ്രോസസ്സും ഇത് പേൾ പ്രോസസ്സും ആണ് കേട്ടോ. അപ്പൊ നമുക്ക് പേൾ പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ വിവിധ ഘട്ടങ്ങൾ. പേൾ കൾച്ചറിന്റെ ആദ്യ ഘട്ടമാണ് ഓയിസ്റ്ററുകളുടെ ശേഖരണം. ചെറു ചിപ്പികളെ, അതായത് സ്പാറ്റുകളെ സമുദ്രത്തിൽ നിന്നും ശുദ്ധജലത്തിൽ നിന്നും ശേഖരിക്കുന്നു. മറൈൻ പേൾ ആണ് ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ സമുദ്രജലത്തിൽ നിന്നും, ഫ്രഷ് വാട്ടർ പേൾ ആണ് ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ ശുദ്ധജലത്തിൽ നിന്നും ഈ കുഞ്ഞു ചിപ്പിയുടെ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്തുകൊണ്ട് വരികയാണ് ആദ്യം ചെയ്യുന്നത്. ജൂലൈ മുതൽ നവംബർ മാസങ്ങളിൽ വരെയാണ് ഇവയെ ശേഖരിക്കുന്നത്. ഇവയെ പ്രത്യേക കൂടുകളിൽ, റിയറിംഗ് കേജസിൽ ആക്കുന്നു. ഈ കൂടുകള് സമുദ്രത്തിൽ ഏകദേശം 6 മീറ്റർ താഴ്ചയിൽ സ്ഥാപിക്കുന്നു. അവിടെ 6 മീറ്റർ താഴ്ചയിൽ കൂടുകൾക്കുള്ളിൽ ഇവയെ വളർത്തുന്നു. ഗ്രാഫ്റ്റിംഗ് നടത്താൻ വളർച്ചയെത്തുന്നതുവരെ ഇവയെ ഇവിടെ പരിപാലിക്കുന്നു. ഇതാണ് ആദ്യത്തെ ഘട്ടം. അതായത് ഓയിസ്റ്ററുകളെ ശേഖരിച്ചു കൊണ്ടുവന്നു, അതിനെ വളർത്തിയെടുക്കുന്നു. ഗ്രാഫ്റ്റിംഗ് നടത്താൻ പാകമാകുന്നത് വരെ അവയെ വളർത്തിയെടുക്കുന്നു. കണ്ടോ, ഇങ്ങനെ ഡൈവേഴ്സ് ജലത്തിനടിയിൽ പോയിട്ട് വാരിക്കൊണ്ടുവരും, കക്കയുടെ കുഞ്ഞുങ്ങളെ വാരിക്കൊണ്ട് വരും. ഈ ചിപ്പികളുടെ കുഞ്ഞുങ്ങളെ വാരിക്കൊണ്ട് വരും. എന്നിട്ട് അവയെ പ്രത്യേകം കൂടകളിലാക്കി 6 മീറ്റർ താഴ്ചയിൽ റെയറിംഗ് കേജസിലാക്കി സൂക്ഷിക്കും. എന്നിട്ട് അവയെ അങ്ങനെ വളർത്തും. അടുത്തതാണ് രണ്ടാമത്തെ ഘട്ടമാണ് ന്യൂക്ലിയസിന്റെ നിക്ഷേപണം. തികച്ചും സാങ്കേതികമായ ഒരു ഘട്ടമാണിത്. ഓയിസ്റ്ററിന്റെ മാൻഡിലിൽ നിക്ഷേപിക്കുന്ന പ്രത്യേകതരം വസ്തുവിനെയാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ നമ്മള് ചിപ്പിയുടെ അകത്തേക്ക് കൊടുക്കുന്ന അന്യവസ്തുവിനെയാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ഓയിസ്റ്ററിന്റെ മാൻഡിലിൽ നിക്ഷേപിക്കുന്ന പ്രത്യേകതരം വസ്തുവിനെയാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയസ് നിക്ഷേപിച്ചതിന് ശേഷം ഓയിസ്റ്ററിന്റെ നാക്രേ പാളി, അതായത് നാക്രേ ലെയർ സ്രവങ്ങൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങും. മുത്തിന്റെ ആകൃതി ന്യൂക്ലിയസിനെ ആശ്രയിച്ച് കാണപ്പെടും. അതായത് ന്യൂക്ലിയസ് നമ്മൾ ഏത് ഷേപ്പിലുള്ള ന്യൂക്ലിയസ് ആണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് സൈസിലുള്ള ന്യൂക്ലിയസ് ആണോ കൊടുക്കുന്നത്, അതിനനുസരിച്ച് മുത്തിന്റെ ആകൃതിയും വലുപ്പവും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ഇതവിടെ നോക്കിക്കേ, ഈ ഓയിസ്റ്ററിന്റെ ഷെല്ലുകൾ തുറന്നിട്ട് അതിനുള്ളിലേക്ക് ഒരു അന്യവസ്തുവിനെ ന്യൂക്ലിയസിന് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ന്യൂക്ലിയസ് ഗ്രാഫ്റ്റ് ചെയ്യാൻ നിഷികാവ രീതിയാണ് അവലംബിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ ചിപ്പി അല്ലെങ്കിൽ മസൽ എന്ന് പറയുന്നത് അതിന്റെ 2 ഷെല്ലുകളും ഇങ്ങനെ കൂട്ടിയടച്ച് വളരെ സ്ട്രോങ് ആയിട്ട് അടച്ചു വെക്കുന്ന ജീവികളാണ് അല്ലെ. അപ്പൊ ഈ ഷെല്ലുകൾ തുറക്കണം, അതിന് വലിയ ഇഞ്ചുറീസ് ഉണ്ടാക്കാത്ത രീതിയിൽ ഈ ഷെല്ലുകൾ തുറക്കുകയും വേണം. അതിനു വേണ്ടി ചെയ്യുന്ന രീതിയാണ് നിഷികാവ രീതി എന്ന് പറയുന്നത്. അതായത് ആരോഗ്യമുള്ള ഓയിസ്റ്ററിനെ ചൂടുവെള്ളത്തിലും ഇളം ചൂടുവെള്ളത്തിലും ഒന്നിടവിട്ട് മാറ്റി മാറ്റി ഇടും. അങ്ങനെ ചെയ്യുന്നത് വഴി, എന്നുവെച്ചാൽ അതിന് സഹിക്കാവുന്ന ചൂടാണ് കേട്ടോ, ഒരുപാട് വലിയ ചൂടിലല്ല. അങ്ങനെ ചൂടുവെള്ളത്തില് ഇളം ചൂടുവെള്ളത്തിലും എന്നിട്ട് ഇങ്ങനെ മാറ്റി മാറ്റിയിടും. ഇങ്ങനെ ഒന്നിടവിട്ട് ഇടുന്നത് വഴി ഇതിന്റെ പുറന്തോട് തുറന്നു വരും.
ഇപ്പൊ ഗ്രാഫ്റ്റിംഗ് എളുപ്പമാവുകയും ചെയ്യും. ഗ്രാഫ്റ്റിംഗിനെ എങ്ങനെയാ ചെയ്യുക? ഇതിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗന്, അതായത് പ്രത്യുൽപാദന അവയവത്തിന് സമീപം ചെറിയ മുറിവുണ്ടാക്കും. എന്നിട്ട് പ്ലെയേഴ്സ് ഉപയോഗിച്ച് ഈ 1-2 ഗ്രാഫ്റ്റുകൾ മാൻഡിലിനുള്ളിൽ നിക്ഷേപിക്കും. നമുക്ക് എത്ര മുത്തുകൾ വേണോ ആ ചിപ്പിയുടെ വലുപ്പവും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് അതിനനുസരിച്ച് ഗ്രാഫ്റ്റുകൾ നമ്മൾ അതിനുള്ളിലേക്ക് കടത്തിവിടും. ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞ ഓയിസ്റ്ററുകളെ ഫാമിലേക്ക് മാറ്റും. ഇതാണ് കണ്ടോ, ഫ്ലോട്ടേഴ്സ് ആണ് ഈ കിടക്കുന്നത്. അതായത് ഇതിന്റെയൊക്കെ താഴെ എന്തുണ്ട്? ഈ ചിപ്പ് ഓയിസ്റ്ററുകളെ കൂട്ടിലാക്കി ഇട്ടിട്ടുണ്ട്, റാഫ്റ്റുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു പേൾ കൾച്ചർ ഫാം. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ആണ് നിക്ഷേപണാനന്തര പരിചരണം. ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞ ഓയിസ്റ്ററുകളെ ഫ്ലോട്ടിംഗ് റാഫ്റ്റുകളിൽ ഘടിപ്പിച്ച കൂടുകൾക്കുള്ളിൽ നിക്ഷേപിക്കുന്നു. ഈ റാഫ്റ്റുകളെ ജലത്തിനടിയിൽ 2 മുതൽ 3 മീറ്റർ താഴ്ചയിൽ സ്ഥാപിക്കുന്നു. അപ്പൊ എന്താ ചെയ്യുക? ഈ ഓയിസ്റ്ററുകളെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഫ്ലോട്ടേഴ്സ് കൊടുത്തിട്ട് അതിനുള്ളിൽ റാഫ്റ്റുകളുണ്ട്. ആ റാഫ്റ്റുകൾക്കുള്ളിൽ കൂടുകൾക്കുള്ളിൽ നിക്ഷേപിക്കും. എന്നിട്ട് ഈ റാഫ്റ്റുകളെ ജലത്തിനടിയിൽ കൊണ്ടുപോയിട്ട് 2 അല്ലെങ്കിൽ 3 മീറ്റർ താഴ്ചയിൽ സ്ഥാപിക്കും. 6-7 ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവയെ, അതായത് ഒരാഴ്ചയൊക്കെ സമയം കഴിയുമ്പോൾ ഇവയെ പയ്യെ പുറത്തെടുത്ത് നോക്കും. അതായത് മുറിവ് ഉണങ്ങിയോ, അനാക്രി ലെയർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയോ എന്നുള്ളതൊക്കെ, അതിന്റെ പ്രോഗ്രസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കും. ചില ഓയിസ്റ്ററുകൾ ചത്തുപോകാനും സാധ്യതയുണ്ട്. അങ്ങനെ ചത്തുപോയ ഓയിസ്റ്ററുകൾ നീക്കം ചെയ്യുകയും ചെയ്യും ഈ കൂട്ടിനുള്ളിൽ നിന്ന്. പിന്നീട് ഇവയെ 14 മീറ്റർ ആഴത്തിൽ സ്ഥാപിക്കും. കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇവയെ സ്ഥാപിക്കും. എന്നിട്ട് കൃത്യമായ ഇടവേളകളിൽ ഇവ പരിശോധിക്കുകയും വാട്ടർ ജെറ്റുകളും ബ്രഷുകളും ഒക്കെ ഉപയോഗിച്ച് കടൽപ്പായലുകളും മറ്റ് സീവീഡുകളും കീടങ്ങളെയും ഒക്കെ നീക്കം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടോ, റാഫ്റ്റുകളിൽ സ്ഥാപിച്ചിരിക്കുന്നുണ്ടോ? ഇങ്ങനെ ലെയർ ആയിട്ട് ഇട്ടിട്ട് അതിനെ സമുദ്രത്തിനടിയിൽ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിലാണെങ്കിൽ ജലത്തിനടിയിൽ ഇങ്ങനെ തൂക്കിയിടും. എന്നിട്ട് മുകളിൽ ഫ്ലോട്ടേഴ്സ് കൊടുക്കും. നാലാമത്തെ ഘട്ടമാണ് മുത്തുകൾ വിളവെടുപ്പ്. പേൾ കൾച്ചർ പ്രക്രിയ പൂർത്തിയാകാൻ ഏകദേശം 3 മുതൽ 6 വർഷം വരെ വേണ്ടിവരും. ഡിസംബർ മുതൽ ജനുവരി മാസം വരെയാണ് വിളവെടുപ്പ് കാലഘട്ടം. ഓയിസ്റ്ററിന്റെ 2 ഷെൽപാളികളും തുറന്ന് മർദ്ദം ഉപയോഗിച്ച് ഞെക്കിയാണ് മുത്തുകൾ പുറത്തെടുക്കുന്നത്. ഇതിനായി അഡക്ടർ പേശിയിൽ ഗൊണാഡിന് സമീപം ചെറിയൊരു മുറിവുണ്ടാക്കും. പിന്നീട് ഈ മുത്തുകൾ ഡിസ്റ്റിൽഡ് ജലത്തിൽ കഴുകിയെടുക്കും. അതിനുശേഷം ശുദ്ധീകരിച്ച ഉപ്പ് ഉപയോഗിച്ച് പോളിഷ് ചെയ്യും. പിന്നീട് അവയുടെ നിറം, ആകൃതി, വലുപ്പം, തിളക്കം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കും. അത് കണ്ടോ, ഓയിസ്റ്ററിനുള്ളിൽ മുത്തുകൾ രൂപപ്പെട്ടേക്കുന്നുണ്ടോ? എന്നിട്ട് ഇതിൽ ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട് ഈ മുത്തുകളെ ഇങ്ങനെ ഞെക്കിയെടുക്കുകയാണ് ചെയ്യുക. പിന്നീട് ഇവയെ അതിന്റെ ആകൃതിയും വലുപ്പവും തിളക്കവും നിറവും ഒക്കെ അനുസരിച്ചിട്ട് ഇവയെ തരംതിരിച്ചെടുക്കും. ഇനി മുത്തുച്ചിപ്പി കൃഷി നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാം. ബോറിംഗ് ഓർഗാനിസംസ്, അതായത് തുരക്കുന്ന ജീവികൾ, പോളിക്യൂറ്റുകൾ, സ്പോഞ്ചുകൾ, മറ്റുള്ള മുളസ്കുകൾ, ക്രസ്റ്റേഷ്യനുകൾ മുതലായവ പേൾ ഓയിസ്റ്ററിന്റെ ഷെല്ലുകൾ തുരന്ന് അവയെ നശിപ്പിക്കും. ഇതിന്റെ ഷെല്ല് തുരന്ന് ആ ജീവിയെ തിന്നും. അപ്പൊ എന്ത് സംഭവിക്കും? ആ ഓയിസ്റ്റർ ചത്തുപോകും അല്ലെ? അപ്പൊ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഓയിസ്റ്ററിനെ ഭക്ഷിക്കുന്ന ഇരപിടിയന്മാരുണ്ട്, പ്രീഡേറ്റേഴ്സ്. ആരൊക്കെയാണ്? മത്സ്യങ്ങളുണ്ട്, റേ ഫിഷസ്, തിരണ്ടി മത്സ്യങ്ങളുണ്ട്, ഒക്ടോപ്പസ്, നീരാളി, അതുപോലെ തന്നെ നക്ഷത്ര മത്സ്യങ്ങള് മുതലായവയെല്ലാം ഈ ഓയിസ്റ്ററുകളെ ഭക്ഷിക്കുന്നവയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ഓയിസ്റ്ററിനെ തിന്നാൻ ഇവരൊക്കെ വരും. അതുപോലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞണ്ടുകൾ. ഏറ്റവും ശല്യക്കാരാണ് ഞണ്ടുകൾ. ഇവരാണ് ഏറ്റവും അപകടകാരികളായ ഇരപിടിയന്മാർ. മൂന്നാമത്തെ ഒരു ത്രെറ്റാണ് ബയോഫൗളിംഗ് എന്ന് പറയുന്നത്. ബയോഫൗളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു അണ്ടർ വാട്ടർ സിസ്റ്റത്തില് ഈ നമ്മള് എന്തെങ്കിലുമൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കൂടുകളിലൊക്കെ വന്നിട്ട് മൈക്രോ ഓർഗാനിസംസ്, അതുപോലെ തന്നെ ആൽഗകൾ മുതലായവയൊക്കെ അനിയന്ത്രിതമായിട്ട് വളരും. അങ്ങനെ അക്യുമുലേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ആൽഗീസ് ഇൻ അണ്ടർ വാട്ടർ സിസ്റ്റംസ് ആണ് ബയോഫൗളിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സൂക്ഷ്മജീവികളും ആൽഗകളും ഒക്കെ അനിയന്ത്രിതമായി വളരുന്നത്, ഓയിസ്റ്ററുകളുടെ പുറത്തും ഈ കൂടുകളുടെ പുറത്തും ഒക്കെ ഇവ വളരുന്നത് ഓയിസ്റ്ററുകളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. ഇനി സാമ്പത്തിക പ്രാധാന്യം, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പേൾ കൾച്ചർ ആണ് ഇനി അടുത്തത്. മുത്തുകള് ആഭരണങ്ങളായും ആഠ്യത്വത്തിന്റെ പ്രതീകമായും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ മുത്തുച്ചിപ്പി കൃഷിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഉപോൽപ്പന്നങ്ങളാണ് സീഡ് പേളുകളും ഷെല്ലുകളും മാംസവും. സീഡ് പേളുകൾ സീഡ് പേളുകൾ എന്നുള്ളത് ഈ ജെമ്മായിട്ട് ഉപയോഗിക്കാൻ സാധിക്കാത്ത അത്രയും വളരെ ചെറിയ മുത്തുകളെയാണ് സീഡ് പേളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സീഡ് പേളുകൾ കൂടുതലായിട്ടും മെഡിസിനൽ മേഖലയിലാണ്, ആരോഗ്യ മേഖലയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പോഷക സമ്പുഷ്ടമായ ഇവയെ മരുന്നുകളിലൊക്കെ സെഡേറ്റീവായിട്ടും ലക്സേറ്റീവായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേളിന്റെ പൊടി അന്റാസിഡുകൾ നിർമ്മിക്കാനായിട്ട്, അന്റാസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിനെതിരെ ഉപയോഗിക്കുന്ന, അസിഡിറ്റിക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉത്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സീഡ് പേളുകളുടെ ഉപയോഗമാണ് പറയുന്നത്. സീഡ് പേളുകൾ മെഡിസിനൽ വാല്യൂ ഉള്ളവയാണ്. അതുകൊണ്ട് സെഡേറ്റീവായിട്ടും ലക്സേറ്റീവായിട്ടും അന്റാസിഡായിട്ടും അതുപോലെ കാൽഷ്യം ഗുളികകളുടെ നിർമ്മാണത്തിനുമൊക്കെ സീഡ് പേളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓയിസ്റ്ററുടെ ഷെല്ലുകൾ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ചെറുതും പൊട്ടിയതുമായിട്ടുള്ള ഷെല്ലുകൾ കോഴിത്തീറ്റയായിട്ട് ഉപയോഗിക്കും. പിന്നെ കിട്ടുന്ന ഒരു ഉപോൽപ്പന്നമാണ് മാംസം. ഓയിസ്റ്ററുകളുടെ മാംസം മനുഷ്യനും മത്സ്യങ്ങളും ഒക്കെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മത്സ്യങ്ങൾക്കുള്ള തീറ്റയായിട്ട്, പോൾട്രി ഫീഡായിട്ട് ഷെല്ലുകളുടെ ചെറിയ പീസസും ഇതിന്റെ ഫ്ലഷ് മത്സ്യങ്ങൾക്കുള്ള തീറ്റയായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതാ നോക്കുക, pearl കൾച്ചറിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ടു മേക്ക് ഓർണമെന്റ്സ്, ദെൻ പേൾസ് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു. പിന്നെ പോൾട്രി ഫീഡായിട്ട് യൂസ് ചെയ്യുന്നു, മനുഷ്യരിലെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഷെൽ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിസിനൽ വാല്യൂ, കാൽഷ്യം ടാബ്ലറ്റ്സിന്റെയും അതുപോലെ അന്റാസിഡിന്റെയും അതുപോലെ തന്നെ സെഡേറ്റീവ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. So that's all for today's class. ഇന്ന് ഇത്രയാണ് പഠിക്കാനുള്ളത്. പേൾ കൾച്ചർ ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു പോർഷൻ ആയതുകൊണ്ടാണ് സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മളുടെ ബ്രെയിനി ബയോളജിസ്റ്റ് എന്ന ചാനലിൽ ജെസ്സെ നാച്ചുറൽ സയൻസിന്റെ ക്ലാസ്സുകൾ, സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ? നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ്, സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് എനിക്കുള്ള പ്രോത്സാഹനം. ഇനിയും വീഡിയോകൾ കൂടുതലായിട്ട് ഇടാനായിട്ട് അതെന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. സോ ഒരു പിശുക്കും കാണിക്കാതെ ഒരു ലൈക്ക് അടിച്ചേക്കുക. ഓക്കെ, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനിയും ഫലപ്രദമായ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഉടനെ അടുത്ത ടോപ്പിക്കുമായിട്ട് വേഗം വരാം. Till then, bye.